കൂടുതൽ സ്ഥാനാർത്ഥി പട്ടികയുടെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി LDF യോഗം നാളെ ചേരും. സീറ്റ് വിഭജനം ഏറെക്കുറെ ധാരണയായിട്ടുണ്ടെങ്കിലും ഔദ്യോഗിക തീരുമാനത്തിലേക്ക് കടക്കുകയാകും നാളെ LDF. ഇന്ന് ചേർന്ന CPI എക്സിക്യൂട്ടീവ് സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്തിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അജണ്ടയിൽ ഉണ്ടായിരുന്നെങ്കിലും സ്ഥാനാർത്ഥി നിർണയം പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വിജ്ഞാപനം വന്ന ശേഷം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുമെന്ന സൂചനകളും വരുന്നുണ്ട്. നമുക്കൊപ്പം ആർ ശ്രീജിത്ത് തയ്യാറാണ്. സർ ശ്രീജിത്ത്, ഏറ്റവും പ്രധാനം നാളെ LDF സീറ്റ് വിഭജനം പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെയും സ്വാഭാവികമായിട്ടും ഇന്ന് CPIക്ക് സീറ്റ് വിഭജനം പൂർത്തിയാകുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു അനൗചിത്യം ഒരുപക്ഷെ അവർ പരിശോധിച്ചിരിക്കാം. ഏതായാലും നാളെ 4 സീറ്റുകൾ എന്ന നിലയിലേക്ക് വന്നാൽ CPIക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാകും. അതിനപ്പുറത്തേക്ക് ഉടനെ തന്നെ CPMൻ്റെ സംസ്ഥാന സമിതി യോഗങ്ങൾ ചേരുന്നു. അതിൽ തന്നെ CPMൻ്റെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കാര്യമായ പുരോഗതി ഉണ്ടാകുമെന്ന് കരുതാമോ? നികേഷ്, നാളെ നടക്കുന്ന LDF യോഗത്തിലെ സീറ്റ് വിഭജനം ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിൻ്റെ പ്രസക്തി മാത്രമേ ഉള്ളൂ. മുന്നണിയിലെ ഘടകകക്ഷികളുമായി ആശയവിനിമയം നടത്തി നേരത്തെ തന്നെ മുന്നണി നേതൃത്വം സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ ധാരണയിലെത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ 6-ാം തീയതി ഈ മാസം 6-ന് തന്നെ ആ വിവരം പുറത്തുവിട്ടതാണ്. 15 സീറ്റിൽ CPM മത്സരിക്കും, 4 സീറ്റിൽ CPI മത്സരിക്കും, 1 സീറ്റിൽ കേരള കോൺഗ്രസ് M കോട്ടയത്ത് നൽകും. UDF-ൽ ഇരിക്കെ അവർ മത്സരിച്ച സീറ്റ് എന്ന നിലയിലാണ് കോട്ടയം സീറ്റ് അവർക്ക് വിട്ടുകൊടുക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിൻ്റെ പ്രസക്തിയാണ് നാളെ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന LDF യോഗത്തിൻ്റെ ഉള്ളൂ. അതിനുശേഷമുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടക്കും. എന്നാൽ നികേഷ് സൂചിപ്പിച്ചതുപോലെ CPIക്ക് ഇത്തരമൊരു സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്ന ഒരു അനൗചിത്യം ഉണ്ടാകാം. അതല്ല, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ശേഷം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നാൽ മതി എന്ന ആലോചനയുണ്ടാകാം. ഈ കാരണങ്ങളാലാണ് ഇന്ന് ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഈ വിഷയത്തിലേക്ക് കടക്കാതിരുന്നത്. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരു മുഖ്യ അജണ്ടയായി ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൻ്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നു. അത്തരം ചർച്ചകളും നടന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ഫണ്ട് പിരിവടക്കമുള്ള കാര്യങ്ങൾ മൊത്തം പാർട്ടി പരിപാടികൾ നിർത്തിവെച്ച് എല്ലാ പ്രവർത്തനവും തെരഞ്ഞെടുപ്പിലേക്ക് കേന്ദ്രീകരിക്കുന്ന അടക്കമുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ മാത്രം അത് ആ മേഖലയിലേക്ക് സ്പർശിക്കാതെ യോഗം അവസാനിച്ചു. നാളെ CPIയുടെ സ്റ്റേറ്റ് കൗൺസിൽ തുടങ്ങുകയാണ്. നാളെയും മറ്റന്നാളുമുണ്ട്. CPMൻ്റെ നേതൃയോഗങ്ങൾ സെക്രട്ടേറിയറ്റ് നാളെ രാവിലെ 10 മണിക്ക് നടക്കുന്നു. തുടർന്നുള്ള 2 ദിവസങ്ങളിൽ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട്. അപ്പോൾ നാളത്തെ LDFൻ്റെ സീറ്റ് വിഭജനത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം മറ്റ് ചർച്ചകൾ നടക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്.